മഴയാണൊരു ഭീഷണിയായി നിൽക്കുന്നത്. അവിടുത്തെ ഒരു മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ മഴ തടസ്സമായി ഉണ്ടോ? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? ഐശ്വര്യ, ഓണാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു ആവേശം നമുക്കിവിടെ കാണാം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞാനുള്ളത്. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ മഴ ഒരു വലിയ തടസ്സമായി ഇവിടെ കാണുന്നില്ല. രാവിലെ മാത്രം അല്പസമയം, അതായത് രാവിലെ ഒരു 10 മണി വരെ മഴ ഉണ്ടായി എന്ന് വേണം നമുക്ക് പറയാം. പിന്നീട് അങ്ങോട്ട് മഴയില്ല. അതിനാൽ തന്നെ അന്തരീക്ഷം തെളിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൂവിപണിയാണ്. നിരവധി ആളുകളാണ് അവരുടെ ഒരു ഉപജീവനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് കർണാടകയിൽ നിന്ന് കാസർഗോട്ടേക്ക് പൂക്കളുമായിട്ട് ഓണവിപണി ലക്ഷ്യമാക്കി വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കച്ചവട കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ധാരാളം ആളുകൾ ഈ വൈകിട്ട് ഉത്രാടപ്പാച്ചലിൻ്റെ ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പൂവിപണി ഒന്നുകൂടി സജീവമായി. അത് വാങ്ങിക്കാനായി എത്തിയവരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാം. പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇവിടെ വലിയൊരു പൂക്കളം തന്നെ തീർത്തിട്ടുണ്ട്. ഇത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീർത്ത പൂക്കളമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണുന്നത്. ഈ പൂക്കളം കാണാൻ, ആസ്വദിക്കാനായി വലിയൊരു തിരക്ക് ഇതിൻ്റെ ചുറ്റും കാണാം. അങ്ങനെ ആഘോഷം അതിൻ്റെ എല്ലാ തലത്തിലേക്കും കടക്കുന്ന ഏറെ ആനന്ദകരമായ വർണ്ണാഭമായ നിമിഷങ്ങളിലേക്ക് ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ മനസ്സ് കടന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഈ പൂക്കളത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് ഇവിടെ നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പൂക്കളത്തിന് സമീപത്തായി മാവേലിയുമുണ്ട്. അവരെ ആളുകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആളുകളുടെ അഭിപ്രായം. ചേട്ടാ, ഓണാഘോഷം നല്ല അടിപൊളിയാണ്. നമ്മളെ കാസർഗോഡ് പിന്നെ ഇപ്രാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നബിദിനം, അതെ, നല്ല രീതിയിലൊരു ഓണ പരിപാടിയാണ്. അവർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നലൊക്കെ നല്ല തിരക്കായിരുന്നു ടൗണിൽ. ഇന്ന് കുറച്ച് കുറവ്, ഇപ്പോൾ വൈകുന്നേരമാണ് കുറച്ച് തിരക്ക് കൂടുതലുണ്ട്. തീർച്ചയായിട്ടും വൈകിട്ടാകുമ്പോൾ തിരക്ക് കൂടുന്നു. അതിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ ഇവിടെ ഐശ്വര്യ കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ തിരക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കടന്നു വരിക.